പരിശുദ്ധാത്മാവിൻ്റെ ചലനമുണ്ടാകട്ടെ. ലെറ്റ് ദ ഹോളി സ്പിരിറ്റ് മൂവ്. 2025 തുടങ്ങിയപ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകം നോക്കിയാൽ ഏറ്റവും വലിയ പ്രസക്തി നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. പിതാവാം ദൈവം, പുത്രനാം യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവാം ദൈവം, അവർ തൃത്വം 3 പേർ ഒന്ന് മൂന്നായിട്ട് നമ്മൾ കാണുമ്പം സൃഷ്ടിയുടെ സമയത്ത് അവർ 3 പേർ ഒരുമിച്ച് ആലോചിച്ചാണ് സകല കാര്യങ്ങളും ചെയ്തത്. their resource, their power is the unity. ഐക്യതയിലാണ് അവരുടെ ശക്തി നിൽക്കുന്നത്. ആ സ്നേഹത്തിനകത്ത് ഒരു വിടവില്ല. അതേ സ്നേഹം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകാനാണ് ദൈവം, പിതാവാം ദൈവം മനുഷ്യനെ കൊണ്ട് വലിയൊരു കുടുംബം ഉണ്ടാക്കിക്കാൻ ദൈവം ആഗ്രഹിച്ചു. അപ്പനും മക്കളുമായിട്ട് സന്തോഷിക്കുന്ന ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതായിരുന്നു ഒറിജിനൽ പ്ലാൻ. പക്ഷെ അതിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോയപ്പോൾ ഇന്ന് ഭൂമിയിൽ കിടന്ന് നമ്മൾ വിഷമിക്കുന്നത്, ഒട്ടുമുക്കാലും പേര് വിഷമിക്കുന്നതിൻ്റെ റീസൺ നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ അടുത്ത് നിർത്തി ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല. മുൻപേ പോയി വഴിയൊരുക്കാൻ നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ചലനം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പം നമ്മൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ള വിശുദ്ധ ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു ബന്ധം നമ്മൾ ആഗ്രഹിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരുപോലത്തെയുള്ള ആ സൗഹൃദം, സന്തോഷം, സ്നേഹം, ബഹുമാനം, ശക്തി, ചലനം, വിശുദ്ധി എല്ലാം നമുക്ക് കർത്താവ് ഇട്ട് തരണം. ആ കർത്താവ് ഇന്ന് തരികയാണ്. ദൈവത്തിൻ്റെ ആ സ്നേഹവും സന്തോഷവും ഇതെല്ലാം നോക്കും. സ്നേഹം, സന്തോഷം, സമാധാനം, ബഹുമാനം, അറിയിക്കേണ്ടവർക്ക് അർഹിക്കുന്നവർക്ക് ബഹുമാനം കൊടുക്കുക. എന്നാൽ പവറുണ്ട്. മീക്ക്നെസ് മീൻസ് പവർ അണ്ടർ കൺട്രോൾ. അത് ഉള്ളിൽ ശക്തിയുള്ളവന്, അത് പുറമേ കാണിക്കേണ്ട ആവശ്യമില്ല, ആവശ്യമുള്ളപ്പോൾ എടുത്തോളും. അതാണ് പക്വതയായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനം. അപ്പം ദൈവം നമ്മളിൽ പരിശുദ്ധാത്മാ പ്രവർത്തിക്കട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മളെക്കൊണ്ട് ആദ്യമേ ദൈവത്തെ അടുക്കൽ ഇരുത്തി ദൈവത്തെ പഠിപ്പിക്കുകയാണ്. ആരാണ് ഈ ദൈവം? ട്രെയിനിങ് ഇല്ലാതെ ദൈവം ഒരു കാര്യവും ചെയ്യിപ്പിക്കത്തില്ല. നമ്മൾ വചനം വായിക്കാൻ ആഗ്രഹം കാണിക്കുന്നവരെ വീണ്ടും അതിൻ്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകും. അത് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. ആദ്യമൊക്കെ വചനം എടുക്കുമ്പം സ്വിമ്മിംഗ് പൂളിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ, അല്ലെ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ സ്വിം ചെയ്യുന്നതായിട്ട് നീന്തുന്നത് കാണാം. പക്ഷെ അപ്പോൾ പലപ്പോഴും ചിന്തിക്കുക, എന്തുകൊണ്ടാണ് വെള്ളത്തിൻ്റെ മുകളിൽ നീന്തുന്നത്? വചനം ആഴത്തിലേക്ക് ഇറങ്ങാൻ ഭയമാണ്. എന്നാൽ ക്രമേണ നമ്മൾ വചനത്തിനകത്തോട്ട് ഇരുന്ന് വായിച്ച് ആ ആഗ്രഹം തരുന്നതും പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ചലനം ഉണ്ടാകും. ചില കൂട്ടുകാരനെ വിളിച്ചു പറയും, വചനം വായിച്ചിട്ട് തീരത്തില്ല, ഇച്ചിരും കൂടെ വായിക്കണം എന്നുള്ള ആഗ്രഹം വരുന്നു. കറക്റ്റല്ലേ? ഇപ്പം ഞാൻ തന്നെ ഒരു ലോയറാണ്. ഞാൻ നിയമം പഠിച്ച് നിയമം ആർഗ്യൂ ചെയ്യണമെങ്കിൽ, ഒരു കേസ് ആർഗ്യൂ ചെയ്യണമെങ്കിൽ എത്രയോ മണിക്കൂർ നമ്മളത് കേസിനെ കുറിച്ച് പഠിച്ച് പോയിൻറ്റ്സ് എഴുതിക്കൊണ്ടാണ് നമ്മൾ കോടതിയിൽ ആർഗ്യൂ ചെയ്യുന്നതിൽ എത്ര നേരത്തെ. അത് അത്രയും നേരം പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു കേസിന് വേണ്ടി ആർഗ്യൂ ചെയ്യുമ്പോൾ ആ കേസ് ജയിക്കുന്നില്ല, ചുമ്മാ ജയിക്കത്തില്ല. അതിന് പറ്റിയതായിട്ടുള്ള നിയമങ്ങൾ. എന്നാൽ വേദപുസ്തകത്തിൽ നമ്മുടെ ജീവിതത്തിന് വേണ്ട സകല കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ആവശ്യമുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ ബന്ധപ്പെട്ട് കണ്ടുപിടിക്കാൻ കഴിവില്ല എങ്കിൽ ഇത് വെറുതെ കയ്യിലിരിക്കാവുന്ന ഒരു പുസ്തകം മാത്രമാണ്. എന്നാൽ ഇതിനകത്തോട്ട് ആഴത്തിലോട്ട് ഇറങ്ങണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോ പ്രശ്നത്തിനും എങ്ങനെ കാല് വെക്കണം എന്നുള്ളതും എങ്ങനെയാണ് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ഉപദേശം ലഭിക്കേണ്ടതെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, മനുഷ്യർക്ക് നടപ്പില്ലാത്ത ഒരു പരീക്ഷണവും ദൈവം അയച്ചിട്ടില്ല. ഒന്നുമില്ല. ഏതൊരു പരീക്ഷണം വന്നാലും അതിനെ ഓവർകം ചെയ്തിട്ട് അതിനെ എങ്ങനെ അതിജീവിച്ച് ജീവിക്കാനുള്ള ശക്തി പരിശുദ്ധാത്മാവായിട്ട് തരുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വന്തം കഴിവിൽ ശ്രമിച്ചിട്ട് പിന്നെ ഒന്നും നടക്കാതാകുമ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിച്ചു വരുത്തും. അത് നമ്മൾ ചെയ്യാതെ നേർവഴിക്ക് ദൈവം എൻ്റെ മുമ്പിൽ വഴി തുറക്കണം. ചിലർ ചെറുപ്പക്കാരാണല്ലോ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവം ഒരു ഉത്തരം തരുന്നിടം വരെ വെയിറ്റ് ചെയ്യാണ്. ഞാനത് പറയും, നല്ല കാര്യം തന്നെ. ദൈവസന്നിധിയിൽ ആര് വന്ന് സമയമെടുത്തിരിക്കുന്നുവോ അത് സമയം വേസ്റ്റല്ല. പല കാര്യങ്ങളും ദൈവം, അതായത് ഈ അഭിഷേകം നമ്മുടെ മേലോട്ട് ഒഴുകുമ്പം 1 വർഷം കൊണ്ട് ചെയ്തെടുക്കുന്ന കാര്യം 1 ദിവസം കൊണ്ട് ചിലപ്പം ചെയ്യും. കാരണം ദ പവർ ഈസ് ഫ്രം ദ ഹോളി സ്പിരിറ്റ്.
ഇപ്പം നമ്മൾ ഈ സാംസണെ നോക്കുമ്പോൾ ആളുകൾ പറയുന്നുണ്ട് ഈ സാംസണിൻ്റെ ശക്തി എവിടുന്നാന്ന് കണ്ടുപിടിക്കാൻ ദലീലോട് പറയുന്നുണ്ട്. എന്താ, കണ്ടാൽ വെറും ഒരു സാധാരണ മനുഷ്യൻ, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമ്പോൾ ഏത് ശക്തിയുള്ള കയറിട്ട് കെട്ടിയാലും അതെല്ലാം പൊട്ടിച്ചിട്ട് വലിയ വീര്യപ്രവൃത്തി ചെയ്യുന്നത് കാണുമ്പം ഇവർക്ക് മനസ്സിലായി ഇത് ഇവൻ്റെ ശക്തിയല്ല, ഇവനിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അന്ന് പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വന്നും പോവുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത്രമാത്രം ശക്തമായിട്ട് ദൈവം സാംസണിൽ കൂടെ പ്രവർത്തിച്ചുവെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മളിൽ പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ടും വസിക്കുന്നുണ്ട്. മാറുന്നില്ല, ഒരിക്കലും മാറുന്നില്ല. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ നിത്യമായ ദിനംപ്രതിയുള്ള ജീവിതത്തിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ കൂടിയാണ്. ദൈവത്തോട് അടുപ്പിക്കണം. പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ ആദ്യം ദൈവം വരണം. കർത്താവ് വരുമ്പോഴേ പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ. കാരണം യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 14 പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയാലോ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരും, പിതാവിനോട് ചോദിച്ചിട്ട്. അതിനാണ് കർത്താവിൻ്റെ ക്രൂശുമരണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയപ്പോൾ ദൈവം തമ്പുരാൻ യേശു തന്നെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ടാരി ഇൻ ജെറുസലേം അൻറ്റിൽ യു റിസീവ് പവർ ഫ്രം അബവ്. അതായത് യെരുശലേമിൽ തന്നെ പാർക്കുക, മുകളിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നിങ്ങൾ യെരുശലേമിൽ തന്നെ താമസിക്കുക. അങ്ങനെ അവരനുസരിച്ചു. കാരണം ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് ശിഷ്യന്മാർ പരസ്യ ശുശ്രൂഷയ്ക്ക് 3.5 വർഷമേ കൂടെ നടന്നുള്ളൂ. ആ 3.5 വർഷം കൊണ്ട് എന്ത് പഠിച്ചെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല എന്ത് പഠിച്ചു എന്ന്. പക്ഷെ പഠിച്ചത് കുറവാണ്. അതുകൊണ്ടാണല്ലോ ദൈവം പറഞ്ഞു, യേശു പറയുന്നു, നിങ്ങൾ യെരുശലേമിൽ തന്നെ ഇരിക്കണം, മുകളിൽ നിന്ന് ശക്തി ലഭിക്കണം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും അവൻ്റെ വചന പ്രഘോഷണങ്ങളും അധികാരത്തോടു കൂടിയാണ്. എങ്ങനെയാണ് അധികാരം കിട്ടിയത്? പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഉറപ്പല്ലേ. ഒരു ഭാര്യ ഒരു വീട്ടിലെ കാര്യത്തിൽ പണത്തിൻ്റെ ആവശ്യമുണ്ട്, ഭർത്താവ് സപ്പോർട്ട് ചെയ്യുന്നറിഞ്ഞാൽ ഭാര്യ പോയി അത് കാര്യം ചെയ്തെടുക്കും. പല ഭർത്താക്കന്മാർ പുറത്ത് ജോലി ചെയ്യുന്നവർ, ഭാര്യമാർ വീട്ടിൽ നിന്നിട്ട് പല കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത് ബിക്കോസ് ദേ ഹാവ് ദ സപ്പോർട്ട് ഓഫ് ദി ഹസ്ബൻഡ് ബിഹൈൻഡ്. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുള്ളപ്പോൾ നമ്മുടെ മേൽ ആത്മാവിൻ്റെ ശക്തി അധികമായിട്ട് പ്രവർത്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ വർഷം തുടങ്ങുമ്പോഴേ നമ്മൾ പറയുക, വി നീഡ് യുവർ ഹെൽപ്പ്. അതൊരു കമ്മിറ്റ്മെൻറ്റാണ്. ഈ ദൈവവുമായിട്ട് കമ്മിറ്റ്മെൻ്റ് അല്ലെ ഉടമ്പടി ദൈവത്തിന് നിർബന്ധമാണ്. ഈ ഉടമ്പടി എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ പലതരത്തിലുള്ള ഉടമ്പടിയുണ്ട്. ഈ ദൈവവുമായിട്ടുള്ള ഉടമ്പടി എന്ന് പറയുമ്പോൾ ബിബ്ലിക്കൽ കവനൻ്റാണ്. ദൈവവും ഞാനും കൂടെയുള്ള ഉടമ്പടി എടുക്കുമ്പം ദൈവത്തിന് ഒരിക്കലും പിന്നെ മാറാനൊക്കത്തില്ല. അതുകൊണ്ട് വിവാഹത്തിലൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചാകുമ്പം നടുച്ചരടായിട്ട് അല്ലെങ്കിൽ മുപ്പിരി ചരടെന്ന് പറയുമ്പം നടുക്കത്തെ ചരട് ദൈവത്തിൻ്റെ ആണെങ്കിൽ അതേലാണ് ഇത് ട്വിസ്റ്റ് ചെയ്തേണ്ടത് ഭാര്യയും ഭർത്താവ്, അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ദേ നെവർ ഗെറ്റ് എ ചാൻസ് ടു ഫൈറ്റ് ഈച്ച് അതർ ബിക്കോസ് ദർ ഇസ് എ ബഫർ സോണായിട്ട് ക്രിസ്തു നടുക്കുണ്ട്. ആ ക്രിസ്തുവിനെ വേണ്ടാതാകുമ്പോൾ നമ്മൾ കാണിക്കുന്ന എല്ലാം അന്യോന്യം, അതായത് ഈ ദുഷ്ടപിശാച് ഔവ്വായോട് പറയുന്നതെല്ലാം ഔവ്വ ദിനംപ്രതി ദൈവത്തോട് പറഞ്ഞിരുന്നു എങ്കിൽ ആദത്തിന് ഉത്തരം പറ്റത്തില്ല. ആദം പോലും ഔവ്വ കൊടുത്ത ഭക്ഷണം ആ പഴം കഴിക്കാതിരുന്നിട്ട് അതുകൊണ്ട് ദൈവത്തെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ഹിസ്റ്ററി മാറിപ്പോയേനെ. നമ്മളെല്ലാം ചെയ്യുന്നത് അത് തന്നെയാണ്. നമ്മുടെ സ്വയ കഴിവിൽ ചെയ്യുന്നത് പരിശുദ്ധാത്മാവായിട്ട് ചേരാൻ ഒക്കുന്നില്ല. അപ്പം നമ്മൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ചലനം വേണോ? വി ഹാവ് ടു ഗോ ത്രൂ ദ ഹിസ്റ്ററി, ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ, ദൈവത്തിൻ്റെ സന്തോഷത്തിൽ കൂടെ എങ്ങനെ എനിക്ക് കയറാൻ ഒക്കും. അപ്പം പിശാച് യേശുക്രിസ്തുവിനെ പോലും പരീക്ഷിച്ചായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ആയുധം ജീവിതത്തിൽ ഉപയോഗിക്കാൻ തന്നിരിക്കുന്ന വചനമാണ്. ഇത് ഈ ലോകത്തിൽ എഴുതി വച്ചിരിക്കുന്ന എല്ലാ നിയമങ്ങളെക്കാട്ടിലും ഉന്നതമായ നിയമമാണ്. ഈ 10 കൽപ്പനയെന്ന് പറയുന്നത് മാനിച്ചാൽ 1 തൊട്ട് 3 വരെയുള്ള കൽപ്പനകൾ ദൈവത്തെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഏകസത്യ ദൈവത്തെ കാണുകയുണ്ട്. പിന്നെ 3, 4, 5 ആറുമ്പോഴത്തേക്ക് കുടുംബത്തിലെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് കുടുംബമായിട്ട് ജീവിക്കാനുമാണ്. പിന്നെ 6 ആകുമ്പോഴത്തേക്ക് 6 തൊട്ട് 10 ആകുമ്പോഴത്തേക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ളതാണ് എഴുതി വച്ചിരിക്കുന്നത്.
ഈ ഒരു 10 എണ്ണത്തിനകത്ത് എത്രയോ സിമ്പിളായിട്ട് ദൈവം തമ്പുരാൻ 10 കൽപ്പനകളിൽ കൂടെ നമ്മളെ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചെങ്കിലും പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഇതിൻ്റെ അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഈ 10 കൽപ്പന കാണുമ്പം പിശാച് ഇളകുന്നത്. 10 കൽപ്പന ഒരു വീട്ടിലിപ്പോൾ വെക്കൂല. പണ്ടൊക്കെ നമ്മൾ സെൻട്രൽ സ്കൂളിൽ പോകുമ്പോൾ 10 കൽപ്പന 1, 2, 3, 10 വരെയുള്ളത് കാണാൻ പഠിപ്പിക്കും. ഇപ്പോഴെത്ര പേര് പഠിക്കുന്നു എന്ന് എത്ര പേര് അറിയുന്നു. അപ്പം ഒരു കൽപ്പന തെറ്റിയാൽ മറ്റെല്ലാ കൽപ്പനകളും തെറ്റിപ്പോകുമെന്ന് പറയുന്നതിൻ്റെ റീസൺ, ഒരു കണ്ണിയാൽ ഇതെല്ലാം ഒന്നിച്ച് കോർത്ത് വെച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ കണ്ണിയിൽ ഒരെണ്ണം പൊട്ടിയാൽ എല്ലാം പൊട്ടുന്നത് ബിക്കോസ് വി ആർ നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ ആശ്രയം. അപ്പോൾ പരിശുദ്ധാത്മാവ് വരികയാണെങ്കിൽ ആദ്യമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുന്നത്, ഹീ ഡിപ്പോസിറ്റ്സ് ഹിസ് സ്പിരിറ്റ് ഇൻസൈഡ് അസ്. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ വെക്കുന്നതിനാൽ ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുത്ത് 1-ാം കൽപ്പന ശരിയാക്കും. അതായത് യഹോവയാകുന്ന ദൈവമല്ലാതെ വേറൊരു ദൈവം ഇല്ല. ഈ ദൈവമല്ലാതെ വേറൊരു ദൈവമില്ല. എൻ്റെ ഹൃദയത്തിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവും കൂടി ഈ ദൈവത്തെ മാത്രമേ ഞാൻ വിളിക്കത്തുള്ളൂ. അവിടെയാണ് ആ ഒരു കമ്മിറ്റ്മെൻറ്റാണ്, അതൊരു ഉടമ്പടി എടുക്കുകയാണ്. നമ്മളേതൊരു പണ്ടൊക്കെ ഈ വാട്ട് വുഡ് ജീസസ് ഡു ഇൻ ദിസ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞൊരു ചെറിയ ബാൻഡ് ഉണ്ടാക്കി പിള്ളേരൊക്കെ ഇട്ടുകൊണ്ട് നടക്കും. ഈ ഒരു സാഹചര്യം വരുമ്പം യേശു എന്ത് ചെയ്യുമെന്ന്. ഇപ്പോൾ അങ്ങനെ ആരും ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ മോനുമൊക്കെ എങ്ങനെ ഇട്ടുകൊണ്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പകാലത്തിൽ യേശു എന്ത് ഈ സാഹചര്യത്തിൽ ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ ഓരോന്നിനും ഇടപെടുന്നതെങ്കിൽ പല വഴക്കുകളും ഇല്ലാതാകത്തില്ലേ, കലക്കങ്ങളില്ലാതാകത്തില്ലേ. ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ദൈവത്തോടൊന്ന് ചോദിക്കാനുണ്ടെന്നറിഞ്ഞാൽ നമ്മളിങ്ങനെ ആവലാതിപ്പെടേണ്ട ആവശ്യമില്ല. അതിരു വഴക്കിന് പ്രശ്നമുള്ളപ്പം ദൈവം നടുത്തൂണായിട്ടുണ്ട്, അവനാണ് ഇതിൻ്റെ ബൗണ്ടറി ലൈൻ വരയ്ക്കുന്നത് എന്ന് നമ്മൾ തീരുമാനിച്ചാൽ കോടതിയിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ പുതിയ നിയമകാലത്ത് നമ്മുടെ ഉള്ളിലാക്കിയിരിക്കുന്നു എന്നുള്ള ഉറപ്പ് നമുക്ക് വരണം. 2 കൊരിന്ത്യർ 4:7 അത്യന്തം മഹാശക്തി എൻ്റെ ഉള്ളിലാണ് വസിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പ് വന്നാൽ പിന്നെ ഞാൻ എങ്ങോട്ടും നോക്കത്തില്ല. 2 കൊരിന്ത്യർ. ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്, നീ എന്നിൽ നിന്ന് മാറരുത്, എൻ്റെ അടുക്കൽ ഉറച്ചു നിൽക്ക്. പരിശുദ്ധാത്മാവാണത് ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ ജോലി അത് നമ്മൾ ചെയ്താൽ ശരിയാകത്തില്ല. അല്പസമയം ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് സാവകാശമായിട്ടിരിക്കുക. 2 കൊരിന്ത്യർ 4:7 എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ഈ നിക്ഷേപം എന്ന് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഇന്നലെ വരെ കൽഭരണിയായിട്ട് പുറത്തിരുന്ന കൽഭരണി അകത്തെടുത്ത് വെള്ളം ഒഴിച്ച് കർത്താവ് നോക്കിയപ്പോൾ അത് വീഞ്ഞായി ജീവനായി മാറിയതുപോലെ നമ്മളാകുന്ന പാത്രങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവാണ് എന്നിൽ വസിക്കുന്നത് എങ്കിൽ ഇത് ഡൈനമൈറ്റ് പവറാണ്. ഈ മഹാശക്തി എൻ്റെ ഉള്ളിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് വചനം പറയുന്നു. ഇത് പഠിക്കാൻ, ഇത് ഓർക്കാൻ, ഇത് മനസ്സിലാക്കാൻ എന്താണ് തടസ്സം നിൽക്കുന്നത്? എന്നിൽ പരിശുദ്ധാത്മാവുണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും, എന്നിൽ പരിശുദ്ധാത്മാവുണ്ട്. നമ്മൾ തന്നെ ചിന്തിക്കാം, കഴിഞ്ഞ 1 വർഷം മുഴുവൻ പരിശുദ്ധാത്മാവ് എന്നിൽ ഉണ്ടായിരുന്നു. തീർത്തും പരിശുദ്ധാത്മാവാണ് എന്നെ നിയന്ത്രിച്ച് പറയാൻ നോക്കുമോ? ദാറ്റ് ഈസ്, അതറിഞ്ഞാൽ മതി. വേറെ ആരോട്, ബാക്കിയെല്ലാം കർത്താവ് ശരിയാക്കും. പരിശുദ്ധാത്മാവാണ് എന്നെ നയിക്കുന്നത്, പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത്, പിതാവ് പറയാത്ത ഒന്നും എനിക്ക് ചെയ്യാൻ. അതുകൊണ്ടാണ് ചില ഭാര്യമാർ, സ്ത്രീകൾ എൻ്റെ ഒരിക്കൽ വിളിച്ചു ചോദിക്കും, മാഡം അത് ചെയ്യാനുണ്ട്, പിന്നെ എൻ്റെ സഹോദരനെ സഹായിക്കാനുണ്ട്, എൻ്റെ ഭർത്താവിന് അതിനകത്ത് ഇഷ്ടമില്ല, മാഡം എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞു, നോ, ഒരിക്കലും അത് ശരിയല്ല. നിൻ്റെ ഭർത്താവ് എന്ത് പറയുന്നോ അവിടെ നിൽക്കുക. ഭർത്താവ് പറയുന്നതിന് മുൻതൂക്കം ആദ്യം കൊടുക്കുക. വീട്ടിൽ കലക്കം ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടാക്കാതെ ബാക്കിയുള്ളത് ദൈവം ചെയ്യുന്നു. അവരും ദൈവത്തെ വിളിക്കട്ടെ, നീ വിളിക്കുന്ന ദൈവത്തെ അവരും വിളിക്കട്ടെ, അവൻ വാതിൽ തുറന്നു. അപ്പം നമ്മൾ കലക്കം വീട്ടിൽ കൊണ്ടുവരുന്ന ഒരു സാധനം അകത്ത് കയറ്റാതെ നമ്മളെ തന്നെ സൂക്ഷിക്കണമെങ്കിൽ വിവേകം അല്ലെ വിവേചനം ആത്മാവ് വരണം. പരിശുദ്ധാത്മാവിനാണ് വിവേചനാത്മാവെന്ന് പറയുന്നത്. ആ ആത്മാവിനെ കിട്ടിയാൽ പരിശുദ്ധാത്മാവ് തന്നെ വാതിൽ വേണ്ടാത്തത് കൊട്ടിയടയ്ക്കും. അപ്പം ദൈവത്തിൻ്റെ ഇതേ തന്നെയാണ് ഈ തിമോത്തിക്കകത്തും പറയുന്നുണ്ട്. നമ്മളിൽ അവനെ ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആരെ? പരിശുദ്ധാത്മാവിന്. ഇത് സംശയമുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ജീവിച്ചിട്ട് വലിയ കാര്യമില്ല. സത്യത്തിൽ ഈ ഒരു സത്യം
എന്തുകൊണ്ട് ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അത് പിശാചിൻ്റെ തന്ത്രമല്ലേ? ഹവ്വായോട് ഇത് തന്നെ അല്ലേ ചെയ്ത്? സോ വി ഹാവ് നോട്ട് മൂവ്ഡ് ഫ്രം ദെയർ. അതേ സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ പറയുന്നത് ഇതാണ്, 2 തിമോത്തിയിൽ 1:12, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക. നമ്മളിൽ ഉള്ളിലൊരു ആത്മാവിനെ ഇട്ടിരിക്കുക, ഡിപ്പോസിറ്റ്. അത് സൂക്ഷിക്കണം. എന്ത് വില കൊടുക്കുന്നു? അതായത് ഇപ്പോൾ നമുക്കൊരു ഡയമണ്ടിൻ്റെ ഒരു വലിയ മാലയുണ്ടെങ്കിൽ നമ്മൾ റോഡിൽ കൊണ്ട് അവിടെ ഇവിടെ അല്ലെ വീടിൻ്റെ പലയിടത്ത് അത് വന്നാണെ ഊരി സേഫിനകത്ത് തിരിച്ചു വെക്കും. നമുക്ക് അതിന് വിലയുണ്ട്. സ്വർണം നമ്മൾ വാതിൽക്കുള്ളിൽ എടുത്തില്ല, അവിടെ ഇവിടെ വാരി അത് കൊണ്ടുപോയി വെക്കേണ്ടടുത്ത് വെക്കും എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്തുമാത്രം വില പരിശുദ്ധാത്മാവിന് കൊടുക്കുന്നുണ്ട്. ഒരാളെ മാനിക്കുന്ന പോലെ ദൈവത്തെ മാനിക്കാൻ പഠിക്കണം. ദൈവത്തെ മാനിക്കാൻ പഠിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. ആ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്ന് ആത്മാവിനെ അറിയുമ്പോൾ ആത്മാവ് ചലിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ എന്നാ പ്രയോജനമില്ലേ? നമുക്ക് പ്രാർത്ഥിക്കാം. അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ പരിശുദ്ധം, അത് വിശുദ്ധിയാണ്, ഹോളിയാണ്. ആ വിശുദ്ധി ഇല്ലാത്തത് കൊണ്ട്, അതിൽ ജീവിക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് പരിശുദ്ധാത്മാവിന് നമ്മളിൽ കൂടെ പ്രവർത്തിക്കാൻ ഒക്കുന്നില്ല. എന്നാൽ ഞങ്ങൾ ഇന്ന് നീയുമായിട്ടൊരു ഉടമ്പടി എടുക്കുന്ന നാഥ, ദൈവത്തിൻ്റെ ആത്മാവ് സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ക്രൂശ് മരണം ഏറ്റെടുത്ത് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു, അറിയുന്നു. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് ചെയ്തത് എങ്കിൽ അതേ പരിശുദ്ധാത്മാവ് ഇന്ന് ഞങ്ങളിൽ വസിക്കുന്നത്. അതേ മാറ്റമില്ല. ആ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉപനിധിയായി മാറുകയാണ്. ഇറ്റ് ഈസ് എ ഡിപ്പോസിറ്റ്. ആ പരിശുദ്ധാത്മാവ് പുത്രനെ എങ്ങനെ മാനിക്കണമെന്നും പിതാവുമായിട്ട് എങ്ങനെ ബന്ധം സ്ഥാപിക്കണമെന്നും പഠിപ്പിക്കുന്നു. ദിനംപ്രതി പഠിപ്പിക്കുകയാണ്. അത് ഒരു വ്യക്തിയും വേറൊരു വ്യക്തിക്കും കൊടുക്കുന്ന ഉപദേശത്തിന് വ്യത്യാസമുണ്ട്. ഓരോ വ്യക്തിയുടെ ആവശ്യത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഉപദേശം കൊടുത്ത് മുൻപോട്ട് നയിക്കുന്നതിന് നന്ദി പറയും. അതാ ഞങ്ങളെ മുൻപോട്ട് നയിക്കുക തന്നെയല്ല, എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ഡെസ്റ്റിനി ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം അത് വലിയ വെളിച്ചമാണ്. അത് ഇരുട്ടിൽ പ്രകാശിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇരുട്ടിൽ നടക്കുന്ന ജനതയ്ക്ക് ഈ ആവശ്യമുണ്ട് കർത്താവേ, ഈ സത്യം അറിയാൻ. അത് ഈ സത്യം നമ്മുടെ ഉള്ളിലാണ് പരിശുദ്ധാത്മാവെന്ന്. അപ്പുറത്തിപ്പുറത്തും നോക്കി അവിടെ പോയി ഇവിടെ പോയി എന്തെല്ലാം നമ്മൾ ചെയ്താലും അവിടെ പോയിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കാമായിരിക്കും, സാവകാശം കിട്ടും. പക്ഷേ ആത്മാവ് ഉള്ളിലാണ് വസിക്കേണ്ടതെന്നുള്ള സത്യം പരിശുദ്ധാത്മാവെ പഠിപ്പിച്ചാട്ട്. ആ പരിശുദ്ധാത്മാവിനെ ഒന്ന് ചലിപ്പിക്കാൻ തക്കവണ്ണം ശക്തിയുള്ളതാക്കാൻ ഞങ്ങളെ വചനം കൊണ്ട് നിറച്ചാട്ട്. ഈ വചനം ഇത്ര അടുത്ത് ഞങ്ങളുടെ സമീപസ്ഥനായിട്ട് ഞങ്ങളിത് പഠിക്കുന്നില്ല എങ്കിൽ എങ്ങനെ വളരും? കർത്താവേ, വീണ്ടും അടിമനുഖത്തിലേക്ക് പോകാതിരിക്കാൻ ദൈവത്തിൻ്റെ പുത്രനും പുത്രി എന്നുള്ള ബോധത്തിലേക്ക് കടന്നു വന്ന് അവിടെ അവകാശങ്ങളും കുട്ടവകാശികളുമായി തീർന്ന് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നാഥൻ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിനാലും ഈ മൺപാത്രത്തിൽ ഇത്ര വലിയ മഹാശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഡിപ്പോസിറ്റ് ചെയ്ത് തന്നിരിക്കുന്നതിന് നന്ദി പറയും. അതിനാൽ ഈ മൺപാത്രത്തിന് ഇപ്പോൾ വിലയുണ്ട് കർത്താവ്. അതിനെ സൂക്ഷിക്കാൻ പഠിപ്പിച്ചാട്ട്. പ്രാർത്ഥനയോട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ, ആമേൻ.